എം ഡിയുമായി 1950 മുതലുള്ള പരിചയം തനിക്കുണ്ടെന്ന് മലയാള സാഹിത്യ ലോകത്ത് പ്രകാശം പരത്തി എഴുത്തുകാരൻ ടി പത്മനാഭൻ പറയുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തനിക്ക് പോകാനോ എം ഡിയെ കാണാനോ കഴിയുന്നില്ല. തന്നെ പോലെയല്ല, എം ഡി പല മേഖലകളിലും കൈവച്ചിട്ടുണ്ടെന്ന് ടി പത്മനാഭൻ തുറന്നു പറയുന്നു. ഒരാൾ മരിച്ചാൽ ആർക്കും ദുഃഖം ഉണ്ടാവില്ലേ? എനിക്കും ദുഃഖമുണ്ട്. വളരെ കാലത്തെ പരിചയമാണ്. വളരെ കാലത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ 1950 മുതൽക്കുള്ള പരിചയമാണ്. ഇപ്പോൾ 75 കൊല്ലമായില്ലേ. ധാരാളം അനുഭവങ്ങൾ, നല്ലതും ചീത്തയും, സമ്മിശ്ര അനുഭവങ്ങൾ. അദ്ദേഹം കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് പ്രായാധിക്യത്തിൻ്റെ പല വിഷമങ്ങളാലും ബുദ്ധിമുട്ടുകയാണ്. എനിക്ക് പോകാനോ കാണാനോ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ കണ്ടത് മാതൃഭൂമിയുടെ 2 കൊല്ലം മുമ്പുള്ള അക്ഷരോത്സവം തിരുവനന്തപുരം, അവിടെ വെച്ചിട്ടാണ് ഒടുവിൽ കണ്ടത്. അദ്ദേഹത്തിന് വിഷമമുണ്ട്, എനിക്കും വിഷമമുണ്ട്. പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ അന്ത്യം ഇത്ര വേഗത്തിൽ വരുമെന്ന് വിചാരിച്ചിട്ടില്ല. എന്നെപ്പോലെയല്ല അദ്ദേഹം. ഞാൻ ഒരു ചെറിയ മേഖലയിൽ ഒതുങ്ങിക്കൂടിയവനാണ്. ചെറിയ കഥ, നോവലില്ല, സിനിമയില്ല, ആത്മകഥയില്ല, നാടകമില്ല. എം ടി അങ്ങനെയല്ല. എം ടി കഥകൾ എഴുതി, എം ടി നോവലുകൾ എഴുതി, സിനിമ സ്ക്രിപ്റ്റുകൾ ചെയ്തു, നാടകം എഴുതി, സിനിമ ഡയറക്റ്റ് ചെയ്തു. പല മേഖലകളിലും അദ്ദേഹം കൈവച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ലോകം വളരെ വിശാലമാണ്. എൻ്റെതൊരു ചെറിയ ലോകമാണ്. ഞാൻ അവിടെ ഒതുങ്ങിക്കൂടുകയാണ് ചെയ്തത്. ഒതുങ്ങിക്കൂടിയത് എൻ്റെ തന്മനസ്സുകൊണ്ടൊന്നുമല്ല. എനിക്കത്രേ കഴിയുള്ളൂ. അതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തനായി ഞാൻ എൻ്റെ ആ ചെറിയ മേഖലയിൽ ഒതുങ്ങിക്കൂടി. അദ്ദേഹം അങ്ങനെയല്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗം സാധാരണ നികത്താൻ കഴിയാത്ത നഷ്ടം എന്നൊക്കെ ആരെക്കുറിച്ചും പറയും. അത് പറഞ്ഞ് ഇപ്പോഴൊരു ക്ലിഷയാണ്. ഞാൻ അങ്ങനെയല്ല പറയുന്നത്, സത്യമാണ്. സത്യം നിഷേധിച്ചിട്ടൊരു പ്രയോജനവുമില്ല. അദ്ദേഹത്തിൻ്റെ മേഖല വളരെ വേഗത്തിൽ, വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു വിശാലമായ ലോകത്തിലേക്ക് അദ്ദേഹം പോയത്. ഞാൻ തുടങ്ങുമ്പോഴുള്ള ആ കൊച്ചു ലോകത്തിൽ ഇന്നും ഒതുങ്ങിക്കൂടുന്നു. അദ്ദേഹം വളരെ വലിയ മനുഷ്യനാണ്. ഞാൻ വീണ്ടും പറയുന്ന ഒരു ക്ലിഷേ, ഈ നഷ്ടം എളുപ്പത്തിലൊന്നും നികത്താൻ കഴിയുന്നതല്ല. കഥയുടെ ലാവണ്യം മലയാളിക്ക് പറഞ്ഞു തന്ന ടി പത്മനാഭൻ സംസാരിക്കുകയായിരുന്നു എം ഡിയെക്കുറിച്ച്.